എഡ്യൂകേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 300-ലധികം കൺഫ്യൂസിംഗ് ഫാക്ട്സ്, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ നെഗറ്റീവ് മാർക്സ് ഒഴിവാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് CV രാമൻ. CV രാമനാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജംഷെഡ്ജി ടാറ്റ. ജംഷെഡ്ജി ടാറ്റയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. ലാക്ടോസ് ആണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ. കേസിനാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം. കേരളത്തിലെ ആദ്യത്തെ പ്രസ് ജസ്യൂട്ട് പ്രസ്. ജസ്യൂട്ട് പ്രസ് ആണ് കേരളത്തിലെ ആദ്യത്തെ പ്രസ്. കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടി നടന്ന പ്രസ് CMS പ്രസ്. CMS പ്രസ് ആണ് കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടി നടന്ന പ്രസ്. കേരളീയർ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ പ്രസ് കേരളവിലാസം പ്രസ്. കേരളവിലാസം പ്രസ് ആണ് കേരളീയർ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ പ്രസ്. ആധുനിക ഗാന്ധി എന്നറിയപ്പെട്ടത് ബാബ ആംതെ. ബാബ ആംതെയാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെട്ടത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. കണ്ണൂരിലെ ചിറക്കലിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. എറണാകുളത്താണ് കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം. ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മസൂറി. മസൂറിയാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ. കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡം. അണ്ഡമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജം. ബീജമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം. ഗാന്ധിയും അരാജകത്വവും എഴുതിയത് C ശങ്കരൻ നായർ. C ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എഴുതിയത്. ഗാന്ധിയും സ്റ്റാലിനും എഴുതിയത് ലൂയിസ് ഫിഷർ. ലൂയിസ് ഫിഷറാണ് ഗാന്ധിയും സ്റ്റാലിനും എഴുതിയത്. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയത് NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യരാണ് ഗാന്ധിയും ഗോഡ്സെയും എഴുതിയത്. മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ബാലാമണിയമ്മ. ബാലാമണിയമ്മയാണ് മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത്. മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാട് ഗോവിന്ദ പിഷാരടി. ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ് മുത്തശ്ശി എന്ന നോവൽ എഴുതിയത്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി സുകുമാർ സെൻ. സുകുമാർ സെന്നാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രണ്ടാമത്തെ വ്യക്തി KVK സുന്ദരം. KVK സുന്ദരമാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രണ്ടാമത്തെ വ്യക്തി. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് 1961 മെയ് 20. 1961 മെയ് 20 സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്
ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി VP മേനോൻ. VP മേനോനാണ് ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിത ഫാത്തിമ ബീബി. ഫാത്തിമ ബീബിയാണ് ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിത. കേരളത്തിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. കേരളത്തിലെ ഗവർണർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരളത്തിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ്. സെറിബ്രൽ ഹെമറേജ് ആണ് തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ്. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫൈബ്രിനോജൻ. ഫൈബ്രിനോജനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം. കാൽസ്യമാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം. ദ്വീപുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഇന്ത്യൻ പ്രദേശത്തിൻ്റെയും തെക്കേ അറ്റം ഇന്ദിര പോയിന്റ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ ഇന്ദിര പോയിന്റ് ആണ് ദ്വീപുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഇന്ത്യൻ പ്രദേശത്തിൻ്റെയും തെക്കേ അറ്റം. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ തെക്കേ അറ്റം. ഇന്ത്യയുടെ പ്രധാന മെയിൻലാൻഡിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി. കന്യാകുമാരിയാണ് ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ തെക്കേ അറ്റം. ഇന്ത്യയുടെ വടക്കേ അറ്റം. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ. ജമ്മു ആൻഡ് കാശ്മീരിലെ ഇന്ദിരാകോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം. ജാപ്പനീസ് നഗരമായ ഹിരോഷിമയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ് ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്ന അണുബോംബാണ് ജാപ്പനീസ് നഗരമായ ഹിരോഷിമയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ്. ജാപ്പനീസ് നഗരമായ നാഗസാക്കിയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ് ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബാണ് ജാപ്പനീസ് നഗരമായ നാഗസാക്കിയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. കാവേരി നദിയാണ് ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ. കൃഷ്ണ നദിയാണ് അർദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഗോദാവരി നദിയാണ് വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സർവൻസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. സർവൻസ് ഓഫ് ഗോഡ് സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് സർവൻസ് ഓഫ് ഗോഡ് സ്ഥാപിച്ചത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബിൻ. ത്രോംബിൻ എന്ന എൻസൈമാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജൻ. ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയയാണ് നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ വൈസ് ചെയർമാൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈ. ചെന്നൈയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ ബംഗളൂരു. ബംഗളൂരുവിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ. ന്യൂമറോളജി എന്നത് സംഖ്യകളെക്കുറിച്ചുള്ള പഠനം.
സംഖ്യകളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമറോളജി. ന്യൂറോളജി, നാഡീവ്യൂഹത്തെക്കുറിച്ചുള്ള പഠനം. നാഡീവ്യൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി. ലോകത്തിലാദ്യത്തെ ആൻറ്റിസെപ്റ്റിക് ആണ് ഫിനോൾ. ഫിനോളാണ് ലോകത്തിലാദ്യത്തെ ആൻറ്റിസെപ്റ്റിക്. ലോകത്തിലാദ്യത്തെ ആൻറ്റിബയോട്ടിക് പെൻസിലിൻ. പെൻസിലിനാണ് ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26. ജനുവരി 26 ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനം ഓഗസ്റ്റ് 14. ഓഗസ്റ്റ് 14 ഇന്ത്യയിൽ വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനം. ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഭാരതരത്നം നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ എണ്ണം 6. ഭാരതരത്നം നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിമാർ 6 എണ്ണമാണ്. ഭാരതരത്നം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം 9. ഭാരതരത്നം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ 9 പേരാണ്. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് 1930 ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് ത്യാബ്ജി. അബ്ബാസ് ത്യാബ്ജി ആയിരുന്നു ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത്. ഉപ്പു സത്യാഗ്രഹ സമയത്ത് അബ്ബാസ് ത്യാബ്ജി അറസ്റ്റ് വരിച്ചപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് സരോജിനി നായിഡു. സരോജിനി നായിഡു ആയിരുന്നു ഉപ്പു സത്യാഗ്രഹ സമയത്ത് അബ്ബാസ് ത്യാബ്ജി അറസ്റ്റ് വരിച്ചപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകിയത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ ആയിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത്. ലോക് നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണനാണ് ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേശ് നായക് എന്നറിയപ്പെടുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ദേശ് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ്. ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹരിയാനയിലെ കർണാലിൽ. ഹരിയാനയിലെ കർണാലിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. പോട്ടമോളജിയാണ് നദികളെക്കുറിച്ചുള്ള പഠനം. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. ഓറോളജിയാണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു? ആചാര്യ ജെ ബി കൃപലാനി. ആചാര്യ ജെ ബി കൃപലാനി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവായിരുന്നത്? ജോർജ് ആറാമൻ. ജോർജ് ആറാമനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവായിരുന്നത്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് സർ ഹ്യൂഗ്രോസ്. സർ ഹ്യൂഗ്രോസ് ആയിരുന്നു വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. ഉണരുവിൻ, എണീക്കുവിൻ, അണിനിരന്നുകൊള്ളുവിൻ, രണത്തിനുള്ള കാഹളം ശ്രവിച്ചിടിൻ മനോഹരം, സ്വതന്ത്രമായി 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 ഭാരതം, സ്വതന്ത്രമായി കേരളം, സ്വതന്ത്രമായി സമത്വവും എന്ന വരികൾ എഴുതിയത് ബോധേശ്വരൻ. ബോധേശ്വരൻ്റെ വരികളാണ് ഉണരുവിൻ, എണീക്കുവിൻ, അണിനിരന്നുകൊള്ളുവിൻ, രണത്തിനുള്ള കാഹളം ശ്രവിച്ചിടിൻ മനോഹരം, സ്വതന്ത്രമായി 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 ഭാരതം, സ്വതന്ത്രമായി കേരളം, സ്വതന്ത്രമായി സമത്വവും എന്നത്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദൻ. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദൻ. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്വദേശി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയായിരുന്നു സ്വദേശി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പൈക കലാപം നടന്ന വർഷം 1817. 1817 പൈക കലാപം നടന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. 1857 ശിപ്പായി ലഹള അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് എന്നതാണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ വിറ്റാമിൻ സിയുടെ രാസനാമം. നാരങ്ങയിലുള്ള അമ്ലം സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡാണ് നാരങ്ങയിലുള്ള അമ്ലം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ്. ടെസ്സി തോമസ് ആണ് മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി വിക്ടോറിയ മഹാറാണി. വിക്ടോറിയ മഹാറാണിയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്. പക്ഷിപാതാളം എവിടെയാണ്? വയനാട്. വയനാടാണ് പക്ഷിപാതാളം. നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത്. നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് എ വി കുഞ്ഞമ്പു. എ വി കുഞ്ഞമ്പു ആണ് നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത്. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖം ക്രെട്ടിനിസം. ക്രെട്ടിനിസമാണ് തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖം. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖം മിക്സിഡിമ. മിക്സിഡിമയാണ് തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖം. ദേശീയ ഹിന്ദി ദിനം എന്നാണ് ദേശീയ ഹിന്ദി ദിനം? സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. ലോക ഹിന്ദി ദിനം എന്നാണ് ലോക ഹിന്ദി ദിനം? ജനുവരി 10. ജനുവരി 10 ലോക ഹിന്ദി ദിനം. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതായനൻ പരാജയം ആരുടെ വരികളാണിത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണ് കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം എന്നത്.
കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. ആരുടെ വരികളാണിത്? കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം എന്നത്. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യയുടെ ധാതുക്കലവറ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. മീനാമാത രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി. മീനാമാത രോഗം മെർക്കുറി ലോഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത്തായ് എന്ന രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാഡ്മിയം. ഇത്തായ് എന്ന രോഗം കാഡ്മിയം എന്ന ലോഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത് പ്രയാഗ്രാജ് മുതൽ ഹാൽഡിയ വരെ. പ്രയാഗ്രാജ് മുതൽ ഹാൽഡിയ വരെയാണ് NW1. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് സാദിയ മുതൽ ധുബ്രി വരെ. NW2 സാദിയ മുതൽ ധുബ്രി വരെയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. 2016 ദേശീയ ജലപാത നിയമം അനുസരിച്ച് കോഴിക്കോടിലേക്ക് NW3 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലം കോട്ടപ്പുറം ജലപാത എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 NW3. ഇത് കോഴിക്കോട്ടിലേക്ക് നീട്ടിയിട്ടുണ്ട്. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത് കാക്കിനഡ പുതുച്ചേരി. കാക്കിനഡയെയും പുതുച്ചേരിയുമാണ് NW4 ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത്. മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സിങ്കോണ. മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്നത് സിങ്കോണ എന്ന സസ്യത്തിൽ നിന്നുമാണ്. രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ വിൻക്രിസ്റ്റിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം ശവം നാറി. രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ വിൻക്രിസ്റ്റിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യമാണ് ശവം നാറി. ഉയർന്ന രക്തസമ്മർദ്ദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സർപ്പഗന്ധി. ഉയർന്ന രക്തസമ്മർദ്ദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് സർപ്പഗന്ധി എന്ന സസ്യത്തിൽ നിന്നുമാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്. എന്നാണ് അധ്യാപക ദിനം? സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത VS രമാദേവി. VS രമാദേവിയാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി TN ശേഷൻ. TN ശേഷനാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി. ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത VS രമാദേവി. VS രമാദേവിയാണ് ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത ദീപക് സന്ധു. ദീപക് സന്ധുവാണ് ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് G. ശങ്കരക്കുറുപ്പ്. G. ശങ്കരക്കുറുപ്പാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയും ആദ്യ മലയാള നോവലിസ്റ്റും SK പൊറ്റക്കാട്ട്. SK പൊറ്റക്കാട്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയും ആദ്യ മലയാള നോവലിസ്റ്റും. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ K. വിറ്റാമിൻ K ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റുകളാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അയോർട്ട. അയോർട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴൽ കാപ്പിലറീസ്. കാപ്പിലറീസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴൽ. മഹർഷി എന്നറിയപ്പെട്ട ഭാരതരത്നം നേടിയ വ്യക്തി ആരാണ്? DK കാർവേ. DK കാർവേയാണ് മഹർഷി എന്നറിയപ്പെട്ട ഭാരതരത്നം നേടിയ വ്യക്തി. രാജർഷി എന്നറിയപ്പെട്ടതാരാണ്? പുരുഷോത്തം ദാസ് ടണ്ടൻ. പുരുഷോത്തം ദാസ് ടണ്ടനാണ് രാജർഷി എന്നറിയപ്പെട്ടത്. ദത്താവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറ. സത്താറയാണ് ദത്താവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം. ദത്താവകാശ നിരോധന നിയമപ്രകാരം അവസാനം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം അവധ്. അവധാണ് ദത്താവകാശ നിരോധന നിയമപ്രകാരം അവസാനം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം. അഖിലാണ്ടമണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് പന്തളം KP രാമൻപിള്ള. പന്തളം KP രാമൻപിള്ളയാണ് അഖിലാണ്ഡമണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മ. പന്തളം കേരളവർമ്മയാണ് ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത്. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം 3 മൗലികാവകാശങ്ങൾ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭാഗം 3 പാർട്ട് 3 ആണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം. കുറത്തി എന്ന കവിത രചിച്ചത് കടമ്മനിട്ട രാമകൃഷ്ണൻ. കടമ്മനിട്ട രാമകൃഷ്ണനാണ് കുറത്തി എന്ന കവിത രചിച്ചത്. സഹോദരി കുറത്തി എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് സഹോദരി കുറത്തി എന്ന കവിത രചിച്ചത്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. ബൽവന്ത് റായ് മേത്തയാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. UN ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയി. മാതാ അമൃതാനന്ദമയിയാണ് UN ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത്. UN തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് ശ്രദ്ധേയനായ മലയാളി VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ് UN തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് ശ്രദ്ധേയനായ മലയാളി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ. CK ലക്ഷ്മണാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. PT ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത്. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത്. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെ. വിനോബ ഭാവെയാണ് പൗനാറിലെ സന്യാസി. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകളാണ് എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യ കീഴടക്കാം. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവിൻ്റെ വാക്കുകളായിരുന്നു എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്,
ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്നത്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവായിരുന്നു ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭു. കാനിങ് പ്രഭുവായിരുന്നു ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത്. നളചരിത മാട്ടക്കഥ ആരുടെ രചനയാണ്? നളചരിത മാട്ടക്കഥ ആരുടെ രചനയായിരുന്നു? ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യരുടെ രചനയാണ് നളചരിതം മാട്ടക്കഥ. നളചരിതം തുള്ളൽ ആരുടെ രചനയാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ രചനയാണ് നളചരിതം തുള്ളൽ. പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. പുലയൻ മത്തായി എന്നറിയപ്പെട്ടത് കുമാരഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ. കുമാരഗുരുദേവനായിരുന്നു പുലയൻ മത്തായി എന്നറിയപ്പെട്ടത്. വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡു. വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡു. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രി. ശിവനാരായണൻ അഗ്നിഹോത്രിയാണ് ദേവസമാജം സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം ബക്സർ യുദ്ധം. ബക്സർ യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ കാനിങ്. കാനിങ് ആയിരുന്നു 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാമർസ്റ്റൺ. പാമർസ്റ്റൺ ആയിരുന്നു 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ. വിക്ടോറിയ ആയിരുന്നു 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം പുനെ. പുനെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം ബോംബെ. ബോംബെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ്. മദ്രാസ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി BP മേനോൻ. BP മേനോൻ ആയിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയായിരുന്നു അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയായിരുന്നു അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 km/s. ചന്ദ്രൻ്റെ പലായന പ്രവേഗം 2.4 km/s. 2.4 km/s ആണ് ചന്ദ്രൻ്റെ പലായന പ്രവേഗം. ബാപ്പുജി എന്നറിയപ്പെട്ടത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് ബാപ്പുജി എന്നറിയപ്പെട്ടത്. ബാബുജി എന്നറിയപ്പെട്ടത് ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാമാണ് ബാബുജി എന്നറിയപ്പെട്ടത്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ജിന്തഗഡ. ആന്ധ്രാപ്രദേശിലെ ജിന്തഗഡയാണ് പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. കേരളത്തിലെ ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരബിന്ദോ ഘോഷ്. അരബിന്ദോ ഘോഷാണ് വന്ദേ മാതരത്തിൻ്റെ
ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയായിരുന്നു വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായി ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി. ആന്ധ്ര ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി പട്ടാഭി സീതാരാമയ്യാണ് ആന്ധ്ര ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം. 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരമായിരുന്നു ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സമരം. മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയായിരുന്നു മീനമാസത്തിലെ സൂര്യൻ. 1921 എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ്? മലബാർ ലഹളയെ ആസ്പദമാക്കി ഒരുക്കിയ സിനിമയായിരുന്നു 1921. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ കെ എം പണിക്കർ ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1938. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1938. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറിയ വർഷം 1939. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറിയ വർഷമായിരുന്നു 1939. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ലോർഡ് ഇർവിനാണ് ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏക ജൂത വൈസ്രോയി ലോർഡ് റീഡിംഗ് ആയിരുന്നു ഇന്ത്യയിലെ ഏക ജൂത വൈസ്രോയി. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവ് ബിപിൻ ചന്ദ്രപാലാണ് ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സായുധ കലാപത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാസുദേവ് ബൽവന്ത് ഫാഡ്കെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സായുധ കലാപത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പന്തിഭോജനം സംഘടിപ്പിച്ചത് തൈക്കാടയ്യാവാണ് പന്തിഭോജനം സംഘടിപ്പിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളായിരുന്നു സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനായിരുന്നു മിശ്രഭോജനം സംഘടിപ്പിച്ചത്. പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദനായിരുന്നു പ്രീതി ഭോജനം സംഘടിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമായിരുന്നു കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് എ കെ ഗോപാലനാണ് എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത്. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ജി ശങ്കരക്കുറുപ്പ്. 1965 ജി ശങ്കരക്കുറുപ്പിനായിരുന്നു ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളി എസ് കെ പൊറ്റക്കാട്. ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ മലയാളിയാണ് എസ് കെ പൊറ്റക്കാട് 1980. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മൂന്നാമത്തെ മലയാളി
തകഴി ശിവശങ്കരപ്പിള്ള 1984. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 3ാമത്തെ മലയാളി തകഴി ശിവശങ്കരപ്പിള്ള. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 4ാമത്തെ മലയാളി MT വാസുദേവൻ നായർ 1995. MT വാസുദേവൻ നായരാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 4ാമത്തെ മലയാളി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 5ാമത്തെ മലയാളി ONV കുറുപ്പ് 2007. ONV കുറുപ്പാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 5ാമത്തെ മലയാളി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 6ാമത്തെ മലയാളി അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 6ാമത്തെ മലയാളി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി. കബനി നദിയാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി പാമ്പാർ. പാമ്പാറാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി. ദേശീയഗാനം ജനഗണമന, ദേശീയഗീതം വന്ദേമാതരം. ദേശീയഗാനം ജനഗണമന, ദേശീയഗീതം വന്ദേമാതരം. ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം രചിച്ചത്. ദേശീയ ഗാനം ആലപിക്കാനെടുക്കുന്ന സമയം 52 സെക്കൻഡ്. 52 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനം ആലപിക്കേണ്ടത്. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം 20 സെക്കൻഡ്. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം 20 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ബംഗാളി ഭാഷയിൽ. ബംഗാളി ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത്. ദേശീയഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ. ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂറാണ് ദേശീയഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത്. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ലോക ജലദിനം മാർച്ച് 22. മാർച്ച് 22-നാണ് ലോക ജലദിനം. ലോക ഭൗമദിനം ഏപ്രിൽ 22. ഏപ്രിൽ 22-നാണ് ലോക ഭൗമദിനം. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. മെയ് 22-നാണ് ലോക ജൈവ വൈവിധ്യ ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. മനുഷ്യ ശരീരത്തിനുള്ളിലെ ഏറ്റവും വലിയ അവയവം കരൾ. കരളാണ് മനുഷ്യ ശരീരത്തിനുള്ളിലെ ഏറ്റവും വലിയ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റീവം. ട്രിറ്റിക്കം ഈസ്റ്റീവം എന്നതാണ് ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റേവ. ഒറൈസ സറ്റേവ എന്നതാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വിറ്റമിൻ. ബ്യൂട്ടി വിറ്റമിൻ വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വിറ്റമിൻ. ഫ്രഷ് ഫ്രൂട്ട് വിറ്റമിൻ വിറ്റമിൻ സി. വിറ്റമിൻ സി ആണ് ഫ്രഷ് ഫ്രൂട്ട് വിറ്റമിൻ. സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി ആണ് സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഒഡീസി. ഒഡീസിയാണ് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഭരതനാട്യം. ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം. കൂടിയാട്ടമാണ് യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക. ചക്കയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീർ. ഇളനീറാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം
കണിക്കൊന്ന. കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. ആനയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോട്. കോഴിക്കോടാണ് സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി. ഇടുക്കിയാണ് കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നത്. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24 തന്നെയായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ എംബ്ലത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 26. 1950 ജനുവരി 26 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്ര എംബ്ലത്തെ അംഗീകരിച്ചത്. ശ്വാസകോശത്തിൻ്റെ സംരക്ഷണ ആവരണം പ്ലൂറ. പ്ലൂറയാണ് ശ്വാസകോശത്തിൻ്റെ സംരക്ഷണ ആവരണം. തലച്ചോറിൻ്റെ സംരക്ഷണ ആവരണം മെനിഞ്ചസ്. മെനിഞ്ചസ് ആണ് തലച്ചോറിൻ്റെ സംരക്ഷണ ആവരണം. ഹൃദയത്തിൻ്റെ സംരക്ഷണ ആവരണം പെരികാർഡിയം. പെരികാർഡിയമാണ് ഹൃദയത്തിൻ്റെ സംരക്ഷണ ആവരണം. കണ്ണിൻ്റെ സംരക്ഷണ പാളി സ്ക്ലീറ. സ്ക്ലീറയാണ് കണ്ണിൻ്റെ സംരക്ഷണ പാളി. പ്രാദേശിക ഭാഷാ പത്ര നിയമം അഥവാ വെർണാക്കുലർ പ്രസ് ആക്ട് പാസാക്കിയത് ലിട്ടൺ പ്രഭു. ലിട്ടൺ പ്രഭുവായിരുന്നു പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയത്. പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കിയത് റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവായിരുന്നു പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കിയത്. മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡ് അല്ലെങ്കിൽ 0.1 സെക്കൻഡ്. 1/10 സെക്കൻഡാണ് മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത. മനുഷ്യൻ്റെ വീക്ഷണ സ്ഥിരത. മനുഷ്യൻ്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ്. 1/16 സെക്കൻഡാണ് മനുഷ്യൻ്റെ വീക്ഷണ സ്ഥിരത. മനുഷ്യന് സാധാരണ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ആവൃത്തി 20,000 ഹെഡ്സ്. 20,000 ഹെഡ്സ് ആണ് മനുഷ്യന് സാധാരണ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ആവൃത്തി. മനുഷ്യന് സാധാരണ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ആവൃത്തി 20 ഹെർട്സ്. 20 ഹെർട്സ് ആണ് മനുഷ്യന് സാധാരണ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ആവൃത്തി. കേരള സിംഹം എന്നറിയപ്പെട്ടത് പഴശ്ശിരാജ. പഴശ്ശിരാജയായിരുന്നു കേരള സിംഹം എന്നറിയപ്പെട്ടത്. സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് സി കേശവൻ. സി കേശവനാണ് സിംഹള സിംഹം എന്നറിയപ്പെടുന്നത്. സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. 8 മിനിറ്റ് 20 സെക്കൻഡാണ് സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം.
ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്നത് 1.3 സെക്കൻഡാണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ്. യുറാനസ് ആണ് ഏറ്റവും തണുപ്പുള്ളത്. ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രനാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. തിളക്കമുള്ള ഗ്രഹം ശുക്രൻ, പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നതും ശുക്രൻ. പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ തന്നെയാണ് പ്രദോഷ നക്ഷത്രം എന്നും അറിയപ്പെടുന്നത്. ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം. ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം. കേരളത്തിലെ നദികളുടെ എണ്ണം 44 നദികൾ. 44 നദികളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിൽ 34 കായലുകളാണ് ഉള്ളത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 കേരളത്തിൽ 3 കിഴക്കോട്ടൊഴുകുന്ന നദികളാണുള്ളത്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. കേരളത്തിൽ 41 നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി തന്നെയാണ് ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റെപ്പീഡിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി. ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം കോക്ലിയാണ് ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം. ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം. ധാന്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഗോതമ്പാണ് ധാന്യങ്ങളുടെ രാജാവ്. ധാന്യങ്ങളുടെ രാജ്ഞി ചോളമാണ് ധാന്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലമാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. പഴങ്ങളുടെ രാജാവ് മാമ്പഴമാണ് പഴങ്ങളുടെ രാജാവ്. പഴങ്ങളുടെ റാണി മാംഗോസ്റ്റിൻ ആണ് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് ഓറഞ്ച് നിറമാണ്. കപ്പലുകളുടെ ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെടുന്നത് വോയേജ് ഡാറ്റ റെക്കോർഡർ VDR. വോയേജ് ഡാറ്റ റെക്കോർഡറാണ് കപ്പലുകളുടെ ബ്ലാക്ക് ബോക്സ് എന്ന് അറിയപ്പെടുന്നത്. കണ്ണുനീരിൽ കാണപ്പെടുന്ന പ്രാഥമിക ലോഹം സിങ്ക് ആണ് കണ്ണുനീരിൽ കാണപ്പെടുന്ന പ്രാഥമിക ലോഹം. രക്തത്തിൽ കാണപ്പെടുന്ന പ്രാഥമിക ലോഹം ഇരുമ്പാണ് രക്തത്തിൽ കാണപ്പെടുന്ന പ്രാഥമിക ലോഹം. അസ്ഥികളിൽ കാണപ്പെടുന്ന പ്രാഥമിക ലോഹം കാൽസ്യമാണ് അസ്ഥികളിൽ കാണപ്പെടുന്ന പ്രാഥമിക ലോഹം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.